എൻ്റെ പേര് നിഹാര, 9ാം ക്ലാസ്, സെയിൻറ്റ് ചാഗർ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. കൊച്ചേട്ടൻ്റെ കത്ത്. വോസിഞ്ഞോ, പരിഹാസം പായസമാക്കാം. പ്രിയ DCL കൂട്ടുകാരെ, അർജന്റീനയും കേപ്പ് വെർദയും തമ്മിലുള്ള ആവേശ പോരാട്ടം അന്ത്യത്തോടടുക്കുകയാണ്. അമേരിക്കയിലെ മിയാമി സ്റ്റേഡിയം 2026 ഫിഫ വേൾഡ് കപ്പിലെ ഏറ്റവും വികാരഭരിതമായ രംഗങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുകയാണ്. ജനകോടികളുടെ രോമാഞ്ചമായ കാൽപന്ത് കളിയുടെ മഹാരാജാവ് ലയണൽ മെസ്സിയുടെ 5ലധികം ഷോട്ടുകളാണ് കരിങ്കൽ ഭിത്തിയിലിടിച്ചു തെറിക്കുന്നത് പോലെ ഗോൾ മുഖത്തിന്റെ നാനാവശങ്ങളിലേക്കും ചിതറി വീഴുന്നത്. അവസാനം അർജന്റീന കഷ്ടിച്ച് കടന്നുകൂടുമ്പോൾ തന്റെ ഏറ്റവും കൂടുതൽ ഗോളുകൾ തട്ടിത്തെറിപ്പിച്ച ആ ഗോൾ കീപ്പറിന് സ്വന്തം ജേഴ്സി ഊരി നൽകി ലയണൽ മെസ്സി ആദരിക്കുകയാണ്. കുറ്റിത്താടിയും ചുളുങ്ങിയ മുഖവുമായി ഒരു മനുഷ്യൻ നിന്ന് കരയുകയാണ്. 5 ലക്ഷത്തിലധികം മാത്രം ജനങ്ങളുള്ള തൻ്റെ കൊച്ചി രാജ്യത്തിൻ്റെ വിലാസം ആകാശത്തോളം ഉയർത്തിയ കളിക്കളത്തിലെ ആ കാരണവരുടെ പേര് ജോസിമർ ജോസെ എവോറ ഡയസ് എന്നാണ്. എന്നാൽ അയാൾ ഇന്ന് ലോകമെമ്പാടും അറിയപ്പെടുന്നത് കുഞ്ഞു മുത്തശ്ശി എന്ന അർത്ഥം വരുന്ന വോസിഞ്ഞോ എന്ന ഓമന പേരിലാണ്. 1986 ജൂൺ 3 കേപ്പ് വെർദെ രാജ്യത്തിലെ സാമോ വിസെന്റ് ദ്വീപിൽ അതിദരിദ്രനായി ജനിച്ച വോസിഞ്ഞോയാണിത്. പിതാവ് പട്ടാളത്തിലും അമ്മ കൂലിവേലയ്ക്കും പോരുന്നതിനാൽ മുത്തശ്ശനും മുത്തശ്ശിയും വളർത്തിയതിന്റെ പേരിൽ കുഞ്ഞു മുത്തശ്ശി എന്ന കളിപ്പേര് സ്വന്തം ഔദ്യോഗിക പേരാക്കി മാറ്റിയ വോസിഞ്ഞോയാണിത്. ഫുട്ബോൾ കളിയോടുള്ള അടങ്ങാത്ത അഭിനിവേശം മൂലം കളിക്കളം കിടപ്പാടമാക്കിയെങ്കിലും ഉയരക്കുറവ് മൂലം പരിശീലകർ പരിഹസിച്ചിറക്കിവിട്ട വോസിഞ്ഞോയാണിത്. കാൽപന്ത് കളിയുടെ വൈഭവം പാദങ്ങളിൽ തുടുത്തുടുത്തപ്പോഴും ഉപജീവനത്തിനായി ബസ് ഡ്രൈവറായും ഇലക്ട്രീഷ്യനായും കൂലിപ്പണിയെടുത്ത വോസിഞ്ഞോയാണിത്. എന്നാൽ 20ാം വയസ്സിന് മുന്നേ തന്നെ 6.3 അടി ഉയരം നേടി അങ്കോള, മൽഡോവെ, സൈപ്രസ്, സ്ലോവാക്യ, പോർച്ചുഗൽ തുടങ്ങിയ നിരവധി രാജ്യങ്ങളുടെ ടീമുകളിൽ കളിച്ചു ജയിച്ച് 2026 ഫിഫ ലോകകപ്പിന്റെ രോമാഞ്ചമായ സൂപ്പർ ഗോൾ കീപ്പർ വോസിഞ്ഞോയാണിത്. പ്രിയ കൂട്ടുകാരെ, വോസിഞ്ഞോ എന്ന കാൽപന്ത് കളിക്കാരൻ തന്റെ കൈകൾ കൊണ്ട് തട്ടിയെറിഞ്ഞത് മെസ്സി ഉൾപ്പെടെയുള്ള ലോക താരങ്ങളുടെ ചാട്ടുളിപ്പന്തുകളായിരുന്നോ? അല്ലേയല്ല. കളിക്കളത്തിൽ അയാൾ സാഗൂതം സുശബ്ദം ഗോൾ മുഖത്ത് മിഴി പൂട്ടാതെ നിന്നും നാനാവശങ്ങളിൽ നിന്നും പലതും വീശിയടിച്ച പന്തുകൾ കൃത്യമായി തട്ടിമാറ്റിയിട്ടുണ്ട്. എന്നാൽ അതിനു മുന്നേ തന്നെ അയാൾ തൻ്റെ നേരെ പലതും വലിച്ചെറിഞ്ഞ പരിഹാസത്തിൻ്റെയും ആക്ഷേപത്തിൻ്റെയും ആരോപണങ്ങളെ തട്ടിമാറ്റിയിട്ടുണ്ട്. കമായത്തിൽ കളിക്കളത്തിലെ കുള്ളൻ വിളികളെ അയാൾ തട്ടിത്തെറിപ്പിച്ചു. പൊക്കക്കുറവിൻ്റെ കളിപ്പേരുകൾക്കൊപ്പം മുത്തശ്ശനെയും മുത്തശ്ശിയും ദൈവത്തെ പോലെ അനുസരിച്ചപ്പോൾ കൂട്ടുകാർ വിളിച്ച കുഞ്ഞു മുത്തശ്ശി എന്ന പരിഹാസ പേരുകൊണ്ട് അയാൾ തൻ്റെ ജീവിത മധുരത്തിൽ പായസമുണ്ടാക്കി. തളർത്താനും തന്നെ പരാജയപ്പെടുത്താനുമായി അരികിലുള്ളവർ പരിശ്രമിച്ചപ്പോൾ അയാൾ തൻ്റെ പ്രതിരോധ ശേഷിയുടെ ആഹാരമാക്കി. കൂട്ടുകാരെ, ജീവിക്കാനും നിങ്ങൾ പരിശ്രമിക്കുമ്പോൾ നിങ്ങളുടെ പരിസരത്തിനും ഉയരുന്ന പരിഹാസങ്ങളെ പായസം പോലെ രുചിച്ചെടുക്കാൻ കഴിയും. ഗാലറികളിൽ നിന്ന് കമൻ്റ് അടിക്കുന്നവർ മെയ്യനക്കി കളിക്കുന്നവരല്ല, വെറും കാണികൾ മാത്രമാണെന്ന് ഓർക്കുക. നിങ്ങളുടെ വിജയത്തിനായി പരിശ്രമിക്കാൻ നിങ്ങൾ മാത്രമേ ഉള്ളൂ ഓർക്കുക. വിജയാശംസകളോടെ സ്വന്തം കൊച്ചേട്ടൻ.